പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല, ഏത് കോഴ്സ് ചെയ്യണം എന്നറിയില്ല, ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്നറിയില്ല. വീട്ടുകാർ ഒരു കാര്യം പറയുന്നുണ്ട്, നാട്ടുകാർ വേറെ എന്തൊക്കെയോ പറയുന്നു, കൂട്ടുകാർ ഏതൊക്കെയോ കോഴ്സുകൾക്ക് ചേരുന്നു. അപ്പൊ ഏത് കോഴ്സ് ഞാൻ എടുക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതായത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏത് മേഖലയിൽ ഏത് കോഴ്സ് എവിടെ എങ്ങനെ പഠിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾക്കുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് ആഫ്റ്റർ പ്ലസ് ടു എങ്ങനെയാണ് ഒരു ബെസ്റ്റ് കരിയർ ചൂസ് ചെയ്യേണ്ടത്, അതായത് നമുക്കൊരു അംബീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖല കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബേസിക് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനലിലോട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാത്ത കുട്ടികളുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും 10ാം ക്ലാസ് കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കണം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം. സത്യം പറഞ്ഞാൽ അതൊന്നും ഒരു അവസ്ഥയല്ല. 10ാം ക്ലാസ് എന്ന് പറയുന്നത് ബേസിക്കലി +1 +2 ഒരു എലിജിബിലിറ്റി ആണ്. നിങ്ങൾ ആ 10ാം ക്ലാസ് പഠിച്ച എഫേർട്ട് നിങ്ങൾ സത്യത്തിലും ചെയ്യുന്നത് +1 +2 +1 +2 മാർക്ക് നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും പല കോഴ്സിനും. ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സെക്ടർസിൽ നോക്കുമ്പോൾ എല്ലാ കോഴ്സുകളും +1 +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. ഇപ്പൊ ചില കോഴ്സുകൾക്ക് നമുക്ക് എൻട്രൻസ് എഴുതണം. അപ്പോൾ +2 മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏത് മേഖലയിൽ ഏത് കോഴ്സ് ചെയ്യണം എന്നറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന 4 പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് നമ്മുടെ സെൽഫ് അസസ്മെന്റ് എന്ന് പറയും. നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം, നമ്മുടെ ഇന്റേണൽ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും ഇൻബോൺ ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് മെഡിക്കൽ മേഖലയിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ചില കുട്ടികൾക്ക് IT മേഖലയിലോട്ട് എക്സ്പെഷ്യലി കോഡിംഗ് ഒക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവാം, ചില കുട്ടികൾക്ക് എഡിറ്റിങ്ങിനോട് താല്പര്യം ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മളെ തന്നെ മനസ്സിലാക്കണം, സെൽഫ് അസസ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ എന്താണ്, ടാലന്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സ്കില്ലും ടാലന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നീന്താൻ പഠിക്കുന്നു, ഇതൊക്കെ സ്കില്ലാണ്. സ്വിമ്മിങ് പഠിക്കുന്നു, ഇതൊക്കെ സ്കില്ലാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് സ്കില്ല് എന്ന് പറയുന്നത്. ടാലന്റ് എന്ന് പറയുന്നത് ഇൻബോൺലി നമുക്ക് കിട്ടുന്ന, ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ് ടാലന്റ് എന്ന് പറയുന്നത്. പാട്ട് പാടാൻ കഴിവുള്ളത്, ഡാൻസ് കളിക്കാൻ കഴിവുള്ളത്, ചിത്രം വരക്കാൻ കഴിവുള്ളത്, പെയിന്റിങ് ചെയ്യാൻ കഴിവുള്ളതൊക്കെയാണ് ടാലന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കില്ല് എന്താണോ, നമ്മുടെ ടാലന്റ് എന്താണോ, ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം, ഇപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, അല്ലെങ്കിൽ ബയോളജി ആണോ, മാത്തമാറ്റിക്സ് ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഏതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, അത് നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുക. കാരണം ഇഷ്ടപ്പെട്ട മേഖലയെ കുറിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും, അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പൊ ബയോളജി ഇഷ്ടപ്പെടുന്ന, എക്സ്പെഷ്യലി സുവോളജി ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മേഖല കുറച്ചും കൂടി ആപ്റ്റ് ആയിരിക്കും. കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഫാർമക്കോളജി, ഫാം-ഡി, അതായത് B.Pharm, ഫാം-ഡി പോലുള്ള കോഴ്സസ് അവർക്ക് ഒന്നും കൂടി ആപ്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താണ് അത് നമ്മൾ റിയലൈസ് ചെയ്യണം. ആദ്യം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്താവണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ചിട്ട് തന്നെ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ട്രീമിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം മേഖലകൾ ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. എല്ലാ മേഖലയെ കുറിച്ചിട്ടും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. അതായത് കറക്റ്റായിട്ട് മെഡിക്കൽ മേഖല, ഇപ്പോൾ പ്ലസ് ടുവിൽ ഇപ്പോൾ സ്ട്രീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, അതായത് സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും +1 +2. ഇവർക്കുള്ള മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ മേഖല, 2 അലൈഡ് ഹെൽത്ത് കെയർ മേഖല, അതുപോലെ തന്നെ 3 വരുന്നത് എഞ്ചിനീയറിംഗ് മേഖല, പിന്നെ പ്യുവർ സയൻസ് പഠിക്കാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ സുവോളജി, ബോട്ടണി പോലുള്ള പ്യുവർ സയൻസ് നമുക്ക് പഠിച്ചിട്ട് ടീച്ചിങ് മേഖലയിലോട്ടോ അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലോട്ടോ പോകാൻ പറ്റും. ഏവിയേഷൻ പഠിക്കാൻ പറ്റും. ഏവിയേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എയറോനോട്ടിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ പൈലറ്റ് ട്രെയിനിങ് പോലുള്ള കോഴ്സസ് പഠിക്കാൻ പറ്റും. ഇതാണ് ഏവിയേഷൻ മേഖല. ഇതുപോലെ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മേഖലകളെ കുറിച്ചിട്ട് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാ മേഖലയിലെയും എല്ലാ
എല്ലാ കോഴ്സുകളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. മെഡിക്കൽ മേഖല എന്ന് പറയുമ്പോൾ അതിലൊരു കോഴ്സ് മാത്രമല്ല, MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് പോലുള്ള അലൈഡ് മേഖല, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ബിടെക്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്. ഇതുപോലെ എല്ലാ മേഖലയെ കുറിച്ചിട്ടും നിങ്ങൾ ക്രിസ്പ് ആൻഡ് ക്ലിയറിൽ അറിഞ്ഞിരിക്കണം ഏതൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കരിയറിൽ ചൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇനിയിപ്പോൾ ബേസിക്കലി ഇപ്പോൾ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് BCom, ബാച്ചുലർ ഓഫ് കൊമേഴ്സ്, അല്ലെങ്കിൽ BBA, ബാച്ചുലർ ഓഫ് ബിസിനസ് മേഖല, മാനേജ്മെന്റ് മേഖല, കൊമേഴ്സ് മേഖല പോലുള്ള, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡ് ഉണ്ട്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, CA, ചാർട്ടേഡ് അക്കൗണ്ടിങ്, CMA, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ACCA, CS, കമ്പനി സെക്രട്ടറി പോലുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതാണ് കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള മേഖല. ഇനി അടുത്തത് ആർട്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കുള്ള മേഖലകളാണ്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് മീഡിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മേഖലയിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ സിവിൽ സർവീസ് കൂടുതൽ കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്നത് കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളാണ് സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് LLB കോഴ്സസ് ഉണ്ടല്ലോ. ഇപ്പൊ ലോ എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട്, അതിൽ BA, BBA അല്ലെങ്കിൽ BCom പോലുള്ള LLB പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് 5 years LLB പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ സയൻസ് കഴിഞ്ഞാൽ എന്തൊക്കെ മേഖലകളുണ്ട്, കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എക്സ്പെഷ്യലി ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം മേഖലകളുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയുണ്ട്, പ്രൊഫഷണൽ മേഖലകൾ ഏതൊക്കെയുണ്ട്, ലോങ് ടേം കരിയർ ഓഫർ ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയുണ്ട് എന്നാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടത്. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ് ആണ്. രണ്ടാമത് ചിന്തിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ഏതെല്ലാം മേഖലകളിലോട്ട് നമ്മുടെ സ്ട്രീമിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ്, നമ്മൾ പ്രോപ്പറായിട്ട് കരിയർ കൗൺസിലേഴ്സ്, നമുക്ക് ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരിയർ കൗൺസിലേഴ്സിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട്, അത് 100% ശരിയാവണമെന്നില്ല കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മുടെ കരിയറിൽ എന്ത് മാറ്റം, ഇപ്പൊ കരിയർ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, ജോലി അതാത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു എഞ്ചിനീയറോട് സംസാരിക്കണോ, നമുക്ക് കണ്ടുപിടിച്ച് സംസാരിക്കാൻ പറ്റും. ഒരു ഡോക്ടറോട് സംസാരിക്കണോ, നമ്മൾ പോവാ സംസാരിക്കുക, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നമ്മൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണം, അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളോട് ചോദിക്കണം, അല്ലെങ്കിൽ കോളേജ് പഠിച്ചിറങ്ങിയ അലുമിനീസിനോട് ചോദിക്കണം. അപ്പൊ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അധ്വാനിക്കണം. കാരണം നമുക്ക് വെറുതെ ഇരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല നമ്മുടെ മൈൻഡിലോട്ട് വരില്ല. നമ്മൾ ചിന്തിക്കണം, ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. +2 കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയനെ കുറിച്ചിട്ട് ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഏത് കോഴ്സ് എങ്ങനെ എടുക്കണം, എവിടെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലത്തെ കംപ്ലീറ്റ് ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ +2 എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കരിയർ കൗൺസിലേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾക്ക് ആഗ്രഹമുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു സ്റ്റെപ്പ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി നാലാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യുക. നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും അതിൽ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചിട്ടും. പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ കാലത്ത് AI വന്നു കഴിഞ്ഞു, ഒരുപാട് മേഖലകൾ ഇല്ലാതായി, ഒരുപാട് റോബോട്ടിക് മെഷീൻസ് വന്നു, ഒരുപാട് മേഖലകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ഇനി പുതിയ പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന കരിയറിനെ കുറിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യണം. അതിൽ എത്രത്തോളം കരിയർ ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രി ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ പഠിക്കുന്ന ഡ്യൂറേഷൻ നോക്കി പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം അത് എത്രത്തോളം ഡിമാൻഡ് ഇന്ന് നമ്മുടെ ജോബ് മാർക്കറ്റിൽ ഉണ്ടെന്ന് നമ്മൾ റിസർച്ച് ചെയ്യണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇതാണ് നാലാമത്തെ പോയിന്റ് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ 4 പോയിന്റുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കരിയർ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജ് ഓർ
ഇൻസ്റ്റിറ്റ്യൂഷൻ. നല്ല കോളേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്ലേസ്മെന്റും കിട്ടും, ജോബ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്നത്. അതേ ഡിഗ്രിയും പി ജിയും നല്ല കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് നല്ല ജോലിയുണ്ട്. ഫോർ എക്സാമ്പിൾ MBA, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന, BTech ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന, IIT, NIT അല്ലെങ്കിൽ വെല്ലൂര്, ബിറ്റ്സാറ്റ് പോലുള്ള സ്ഥാപനത്തിൽ BTech പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാതാക്കുന്നുണ്ടോ? അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. IIM പഠിച്ചിറങ്ങുന്ന MBA കുട്ടികൾക്ക് ജോലി കിട്ടാതാക്കുന്നുണ്ടോ? അവർക്കും പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് 4ാമത്തെ പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് അസസ്മെന്റ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീമിനനുസരിച്ചിട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എന്തെല്ലാമാണ്, എവറിത്തിങ്, എല്ലാ മേഖലയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ മേഖലയിൽ പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലേഴ്സിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞിരിക്കണം. നാലാമത്തെ ഒരു കാര്യം, ഈ അറിഞ്ഞ മേഖല റിസർച്ച് ചെയ്യണം. അത് ഫ്യൂച്ചറിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ടായിരിക്കും, ഫ്യൂച്ചറിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ ചെയ്ത കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മേഖലകൾ ഇല്ലാതെയാവോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ ആ മേഖലയിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോളേജസ് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു കരിയർ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടി ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ പാഷൻ, സ്കിൽ, ജോബ് മാർക്കറ്റിലെ ജോബ് ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് കരിയർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആഫ്റ്റർ +2 എന്തെല്ലാം ചെയ്യണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും, നിങ്ങൾക്ക് ഏത് മേഖലയെ കുറിച്ചിട്ട് അറിയണോ, ഞങ്ങൾ എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഏതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് കോളേജസ്, എങ്ങനെയാണ് അതിലോട്ട് എത്താൻ പറ്റുന്നത്, അങ്ങനെ നിങ്ങൾക്ക് കരിയറുമായിട്ട് ബന്ധപ്പെട്ട, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് കരിയർ ഗൈഡൻസ് ചാനലിലും, അതായത് വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സുകൾ ഡെയിലി നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വായിച്ചു നോക്കുമ്പോഴും അതൊക്കെ കണ്ടു നോക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് മേഖലയെ കുറിച്ചിട്ട് അറിയാൻ പറ്റും. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, ആഫ്റ്റർ +2 എന്ത് ചെയ്യണം എന്നറിയാത്ത ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു.